അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രെഡും പാലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 250 ml 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാല് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനു വേണ്ടി 5 പീസ് ബ്രെഡ് 4 സൈഡും കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ബ്രെഡ് ക്രംസ് പോലെയല്ല, അതിലും ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാഫ്രോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബ്രെഡ് പൊടിച്ചത് പാലിൽ അലിഞ്ഞിട്ട് പാല് നന്നായിട്ട് തിക്കാനത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ റോസ് വാട്ടർ, വേറെ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അത് എന്തും നമുക്ക് ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു എസൻസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് തിക്കാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതിപ്പോൾ എടുക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ, കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ് ഇവ ചോപ്പ് ചെയ്തിട്ട് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഡെസേർട്ട് ഇപ്പം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് 4-5 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 5 മണിക്കൂറിന് ശേഷം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡെസേർട്ടാണ്. ഇനി ഇത് 10-20 മിനിറ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. ബ്രെഡും പാലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓളെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.